പറഞ്ഞതാണ്. എന്നിൽ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെറിയ മോശാനുഭവം ഉണ്ടായി. അപ്പം ഞാൻ ഹൃദയം തുറന്ന് തന്നെ ആ വ്യക്തിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന സങ്കടത്തിനും ഞാൻ ഹൃദയം തുറന്നൊരു ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഡോറ, ഞാൻ വ്യക്തിയുടെ ഒരു കമന്റ് വായിക്കാം. ഡോറ, ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് കാലമായി. ഡോറയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്പർ കണ്ടപ്പോൾ എടുത്ത് വാട്സപ്പിൽ മിണ്ടിയത്. ഡോറ ആണോ എന്ന് ചോദിച്ചു. അല്ലാന്ന് ഉത്തരം പറഞ്ഞു. ബിനോയ് ചേട്ടൻ ആണോ എന്ന് ചോദിച്ചു. അതിന് ആ മെസ്സേജ് തിരിഞ്ഞു പോലും നോക്കിയില്ല. ചിലപ്പോൾ അത് ബിനോയ് ആവും. നല്ലപോലെ ഒരു അഹങ്കാരവും ധാർഷ്ട്യവും ഫീൽ ചെയ്തു. ഇഷ്ടം കൊണ്ടാണ് മെസ്സേജ് അയച്ചത്. ഇനിയില്ല. ഇങ്ങനെ മെസ്സേജ് അയക്കുന്നവരോട് കുറച്ചുകൂടി നല്ല രീതിയിൽ മറുപടിയൊക്കെ തരാമല്ലോ. എല്ലാവരും പറഞ്ഞു അഹങ്കാരമാണെന്നൊക്കെ. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ DP-യും ആണല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. എനിക്ക് ആളൊന്നും മാറിപ്പോയിട്ടില്ല കാണില്ലല്ലോ. നെഗറ്റീവ് മറുപടി വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനുള്ള വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോസ്, നമ്മുടെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോലും ഇടുന്നില്ല. വല്ലപ്പോഴും ഇപ്പോഴാണ് ഒരു ഷോർട്സ് മാത്രമാണ് നമ്മുടെ ചാനലിൽ വീഴുന്നത്. കാരണം വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെയും പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുന്ന സമയത്താണ് ഇന്നലെ ഈ വ്യക്തി എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അന്നേരം ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അല്ല എന്നുള്ളത് മെസ്സേജ് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്യാവശ്യമായിട്ട് കൊല്ലം വരെ പോയിട്ട് നമ്മളൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് കുറേ ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഓർഡർ കൊടുത്ത സാധനം ഇന്നലെ നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നു. ഇന്നലെ എടുക്കാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ഇന്നലെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറേ ടെൻഷനും കാര്യങ്ങളായി പോയി. അത് കാരണം നമുക്കാണ് വേറെ എടുത്ത് നമുക്ക് സാധനം എമർജൻസി ആയിട്ട് എടുക്കേണ്ട ഒരു ഘട്ടം വന്നതുകൊണ്ട് നമ്മളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് കൊല്ലത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ മെസ്സേജ് നോക്കിയിട്ടില്ല. പിന്നെ ഈ മെസ്സേജ് ഞാൻ അങ്ങനെ അധികം നോക്കാറില്ല. നമ്മളെ കൂടുതൽ ആൾക്കാർ വിളിക്കാറാണ് പതിവ്. നമുക്കിതിൽ മെസ്സേജ് കമൻറ്റ് ഇടുന്ന ശ്രീകുട്ടി, അപ്പോൾ ആ മോള്, അതുപോലെ തന്നെ TVM ആൻറ്റി, TVM അമ്മ, കണ്ണൂരമ്മ, മലപ്പുറത്ത് 2 ചേച്ചിമാർ വിളിക്കാറുണ്ട്, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും കേരളത്തിന് പുറത്തുനിന്നൊക്കെ വിളിക്കാറുണ്ട്. എല്ലാവരോടും നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഈ കണ്ണൂരമ്മയും TVM ആൻറ്റി അമ്മയും വിളിച്ചിട്ട് ഞാൻ അവരുടെ ആരെയും ഫോൺ എടുത്ത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് പറയായിരുന്നു, ഞാൻ അഹങ്കാരമാണ്, ജാടയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അയാൾ തിരക്കായതുകൊണ്ടായിരിക്കും റിപ്ലൈ കൊടുക്കാതിരിക്കുന്നത്. അയാൾ ധാർഷ്ട്യം കൊണ്ട്, അഹങ്കാരം കൊണ്ടായിരിക്കില്ല. ഒരാളെ നമ്മളാണെങ്കിൽ മുൻവിധിയോടുകൂടി കാണാതിരിക്കുക. കാരണം അങ്ങനെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അത് നമ്മൾ സത്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ മുൻവിധിയോട് കാണുവാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയെടുത്ത് നമുക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടൊപ്പം നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കില്ല. ഈ വ്യക്തി എന്തായാലും ഉറപ്പാണ് എന്നെ കണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ ആയതുകൊണ്ടാണ് ആ വ്യക്തി ഇത് തറപ്പിച്ച് പറയുന്നത്. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. വാട്സപ്പിൽ ഞാൻ വല്ലപ്പോഴും മാത്രമേ കയറാറുള്ളൂ. പക്ഷേ എന്നെ കോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എല്ലാവരോടും കാര്യത്തിലാണ് ഇടപഴകാറുള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മളെ ശ്രീകുട്ടിയൊക്കെ വിളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ശ്രീകുട്ടിക്കൊക്കെ അറിയാം, വളരെ കൊച്ചുകുട്ടിയാണ്. അതുപോലെ തന്നെ ഡോറയെ വിളിക്കാറുണ്ട്, എന്നെയും വിളിക്കാറുണ്ട്. ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ പല യൂട്യൂബേഴ്സും അവരുടെ നമ്പർ ആർക്കും കൊടുക്കാറില്ല. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ അടുത്ത് ആര് വന്ന് നമ്പർ ചോദിച്ചാലും നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട്. ജെനുവിനാണെന്ന് തോന്നുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട്. അവർ മെസ്സേജ് ഇടുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്, വിളിക്കുമ്പോൾ സംസാരിക്കാറുമുണ്ട്. അത് ഞങ്ങൾ ജാട ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായത്. എനിക്ക് ഈ വ്യക്തി പറഞ്ഞതിൽ വിഷമമില്ല. പക്ഷേ മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് അതിന് ആ ഒരു മുൻവിധിയോടെ കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു സങ്കടം വന്നത്. ഞാൻ ഒരിക്കലും ഈ വ്യക്തി ഇട്ട കമൻറ്റ് നെഗറ്റീവ് ആണല്ലോ, ഈ വ്യക്തി ചിന്തിച്ച രീതി ശരിയല്ല എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നമ്മൾ ഒരാൾ ആ രീതിയിലാണ് എന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്.